ദളപതി വിജയനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു സംവിധായകൻ ഒരു തിരക്കഥ എഴുതുന്നു. എന്നിട്ട് ഇത് വിജയനെ പറഞ്ഞു കേൾപ്പിക്കുന്നു. പക്ഷെ വിജയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അതൊരു പുതിയൊരു നായകനെ വെച്ച്, വെറും ഒരു സിനിമ മാത്രം ചെയ്ത ഒരു പുതിയൊരു നായകനെ വെച്ച് ആ സിനിമ ചെയ്ത് സൂപ്പർ ഹിറ്റ് ആകുന്നു. ആ ഒരു സിനിമയെക്കുറിച്ചും ആ ഒരു നായകൻ്റെ വളർച്ചയെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2004 കാലഘട്ടത്തിൽ ലിംഗുസ്വാമി ഒരു സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്തു. അപ്പോൾ അന്ന് ലിംഗുസ്വാമി നമുക്കറിയാം ആനന്ദം പോലത്തെ സിനിമകളൊക്കെ ചെയ്ത് ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു സംവിധായകനാണ്. എന്നിട്ട് വിജയുടെ അടുത്ത് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ വിജയ് ഫസ്റ്റ് ഹാഫ് വായിച്ചു. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ വിജയ് അത് വായിക്കണ്ട എന്ന രീതിയിൽ പറഞ്ഞു. കാരണം വിജയ് പറഞ്ഞ് ഇതിൽ നായകൻ്റെ അച്ഛൻ്റെ കഥാപാത്രത്തിനാണ് പ്രാധാന്യം കൂടുതൽ. കാരണം സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോൾ എന്തായാലും നായകൻ അധികം ചെയ്യാനില്ല. അത് വിജയ് അതിൽ തൃപ്തനായില്ല എന്നുള്ളതാണ്. അപ്പോൾ സംവിധായകൻ പറഞ്ഞു ഞാനിത് ഫുള്ള് വായിക്കാം, വായിച്ചിട്ട് നമുക്ക് തീരുമാനം. പറഞ്ഞു വേണ്ട, വേറെ കഥ ആലോചിക്കൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ലിംഗുസ്വാമി പിന്നെ അവിടെ നിന്ന് വന്നു, നിരാശനായിട്ട് വന്നു. വിജയ് റിജക്റ്റ് ചെയ്തു. കാരണം അന്ന് വിജയ് തിരുമലയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്, നമുക്കറിയാം ഗില്ലിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ആണ് വിശാൽ അന്ന് അഭിനയ രംഗത്തോട്ട് വന്നിട്ടുള്ളൂ. വിശാൽ നമുക്കറിയാം ഒരു സിനിമ കുടുംബമാണ്, അച്ഛനും ചേട്ടനും ഒക്കെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടറും ഒക്കെയാണ്. അപ്പോൾ വിശാൽ ലിംഗുസ്വാമിയുടെ നേരെ ഓഫീസിൽ ചെന്നു. അതിൽ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ട് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ആ കഥ ചെയ്യാൻ താല്പര്യം. കഥയൊന്നും വിശാലിന് വലിയ പിടിയില്ല, എനിക്ക് നിങ്ങളുടെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ ആ സ്ക്രിപ്റ്റ് എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലിംഗുസ്വാമി പറഞ്ഞു ഇത് ഞാൻ വിജയനെ മനസ്സിൽ കണ്ട് എഴുതിയതാണ്, വിജയ് പോലത്തെ ഒരു സൂപ്പർ സ്റ്റാർ ചെയ്യേണ്ടതാണ്, നീ ഒരു പുതുമുഖമാണ്. അന്നാണെങ്കിൽ വിശാലിൻ്റെ ആദ്യത്തെ സിനിമ ചെല്ലമ്മ എന്ന് പറഞ്ഞ ആദ്യത്തെ ആ സിനിമ റിലീസും ആയിട്ടില്ല. അപ്പോൾ വിശാൽ പറഞ്ഞു ഞാൻ ചെയ്യാം, അത് നിങ്ങൾ ആദ്യം ഇപ്പോൾ എൻ്റെ സിനിമ ഒരു 10 ദിവസത്തിനുള്ളിൽ റിലീസാവും, എൻ്റെ സിനിമ റിലീസായ ശേഷം നിങ്ങൾ എൻ്റെ സിനിമ കാണും, പിന്നെ ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു എഫേർട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുക്കാം. അങ്ങനെ പറഞ്ഞ ചെല്ലമ്മ എന്ന് പറഞ്ഞ സിനിമ റിലീസായി, ആ സിനിമ ഹിറ്റായി. അത് കഴിഞ്ഞ് വിശാൽ ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ വിശാൽ ഒരു സ്റ്റാർ ഒന്നുമല്ല, കാരണം ഒരു സിനിമ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് വിശാൽ ഈ പറഞ്ഞ പോലെ ലിംഗസ്വാമിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഞാനിത് ചെയ്യാം, എനിക്കിത് ചെയ്യണം, ഞാനതിന് വേണ്ട എഫേർട്ടുകളൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഞാൻ എൻ്റെ സിനിമ കണ്ടല്ലോ, നിങ്ങൾക്ക് ഇപ്പം ഞാൻ ആരാന്നുള്ളത് മനസ്സിലല്ല, എൻ്റെ കഴിവ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. വിശാലിൻ്റെ ഒരു താല്പര്യത്തോടു കൂടിയാണ് ലിംഗസ്വാമിനെ വിശാൽ എന്ന് പറയാൻ പ്രഷർ ചെലുത്തിയെന്ന് തന്നെ പറയാം. അങ്ങനെ വിശാൽ പിന്നെ ഇതിന് വേണ്ടി സെപ്പറേറ്റ് ആക്ടിങ് എന്തോ ചെറിയൊരു കോഴ്സിനൊക്കെ പോയി, പിന്നെ കുറേ ഇതിനു വേണ്ടി ഫൈറ്റ് പിടിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വിശാൽ ഒരു എഫേർട്ട് ഇട്ടിട്ടാണ് ആ ഒരു സിനിമ വിശാൽ നായകനായിട്ട് ഓണായത്. അങ്ങനെ ആ ഒരു സിനിമയുടെ ഷൂട്ട് തുടങ്ങി. പറഞ്ഞ പോലെ തന്നെ വിശാൽ അതിഗംഭീരമായിട്ട് എന്താ പറയുക ഡയറക്ടറെ ഇമ്പ്രസ് ചെയ്ത് അതിലോരോ രംഗങ്ങളും അഭിനയിച്ചു. നമുക്കറിയാം ആ സിനിമ സണ്ടക്കോഴി അത് വിശാലിൻ്റെ കരിയർ തന്നെ മാറ്റിമറിച്ചൊരു സിനിമയാണ്. ആ ഒരു സിനിമയോട് കൂടിയാണ് വിശാൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് അതിലൊരു ആക്ഷൻ ഹീറോ എന്ന രീതിയിൽ രണ്ടാമത്തെ ഒരു സിനിമ തന്നെ. അതോടുകൂടി അതിൽ നമുക്കറിയാം രാജ് കിരണാണ് അച്ഛൻ റോൾ ചെയ്തത്. രാജ് കിരണിൻ്റെ ഒരു ഗംഭീര ക്യാരക്ടർ തന്നെയായിരുന്നു. രാജ് കിരൺ നമുക്കറിയാം കരിയറിൽ അധികം സിനിമകളൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം വളരെ എനിക്ക് തോന്നുന്നു ഒരു 30 സിനിമയോ അങ്ങനെ എന്തോ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ തന്നെ അധികം ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തെക്കുറിച്ചൊരു വലിയൊരു ഒരുപാട് നമുക്ക് പറയാനുണ്ട്. അദ്ദേഹം ഒരു പ്രൊഡ്യൂസറായിട്ട് വന്നു, പിന്നെ അതായത് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമകൾ അദ്ദേഹം നായകനാവുന്നു, അങ്ങനെ കുറേ ഉണ്ട് അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറയാൻ. അതായത് 1 കോടി രൂപ റെമ്യൂണറേഷൻ ആദ്യകാലത്ത് അന്ന് രജനീകാന്തിനോളം തുല്യമായിട്ട് മേടിച്ചിരുന്നു. അത് രജനീകാന്തിന് മുമ്പ് 1 കോടി വാങ്ങുകയോ അത് പ്രോഫിറ്റ് ഷെയർ ഉൾപ്പെടെ വാങ്ങുക, അങ്ങനെ എന്തോ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് അദ്ദേഹത്തിൻ്റെ. അത് നമുക്കൊരു വേറെ എപ്പിസോഡ് ചെയ്യാം. അപ്പോൾ പറഞ്ഞു വന്ന രാജ് കിരൺ എന്ന് പറഞ്ഞ നടന് ഭയങ്കര ഗുണം ചെയ്തു. യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്, അതിൽ പാട്ടുകളൊക്കെ ഇപ്പോഴും നല്ല നമ്മളിപ്പോഴും കേൾക്കാറുള്ള പാട്ടുകളാണ്. മീര ജാസ്മിൻ്റെ നായിക വേഷം. നമ്മുടെ നടൻ ലാൽ അതിലൊരു ഗംഭീരമായിട്ടുള്ള ഒരു റോള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാലും വിശ്വാലുമായിട്ടുള്ള ഫൈറ്റൊക്കെ ഉണ്ട്. ആ ഫൈറ്റൊക്കെ എത്രയോ ദിവസം എടുത്തിട്ടൊക്കെയാണ് സംവിധായകൻ ഷൂട്ട് ചെയ്തത്. എന്നാൽ ആ സിനിമ അന്ന് സൂപ്പർ ഹിറ്റായി. വിശാലിൻ്റെ ഒരു കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ്. വിശാലിന് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് വിശാൽ തിമിർ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തു. പിന്നെ കുറേ സിനിമകളൊക്കെ ചെയ്ത് ഉയർച്ചയും താഴ്ചയൊക്കെ വിശാലിൻ്റെ കരിയറിൽ വന്നു. അത് കഴിഞ്ഞ് പിന്നെ സണ്ടക്കുഴി 2 എന്ന് പറയുന്നൊരു സിനിമ, അത് കുറച്ച് കാലം മുമ്പ് 2017-ലോ 2018-ലോ ആണ് ചെയ്തത്, ലിംഗുസ്വാമി തന്നെ ചെയ്തത്. അത് വെച്ചാൽ അന്ന് പരാജയമായിരുന്നു. കീർത്തി സുരേഷായിരുന്നു അതിൻ്റെ നായികയായിട്ട് വന്നത്. പക്ഷേ ആ സിനിമ അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. അപ്പോൾ എന്തായാലും വിജയ് ഈ സിനിമ ഇറങ്ങിയ ശേഷം ഈ സിനിമ കണ്ട് പോയി സംവിധായകന് കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഗംഭീരമായിട്ടുണ്ട്, ഇത് ഞാൻ ചെയ്യേണ്ടതല്ല, ഇത് വിശാലായതുകൊണ്ട് തന്നെയാണ് അതിന് ആ ഒരു എഫക്റ്റ് വന്നത്. കാരണം അത് ശരിയാണ്. കാരണം വിജയ് ആയിരുന്നെങ്കിൽ വിജയ്ക്കാറ് വിജയുടെ ഫാൻസിന് എന്താണ് വേണ്ടത്, എവിടെ ആ സ്ക്രിപ്റ്റിൽ വിജയ് എപ്പോഴും സ്ക്രിപ്റ്റിൽ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് സ്ക്രിപ്റ്റിലെല്ലാം കറക്ഷൻസ് പറയാറുണ്ട്. ഷൂട്ട് തുടങ്ങിയാൽ പിന്നെ വിജയ് വളരെ ഡീസൻ്റ് ആണ്, കൈ കടത്തില്ല എന്നാണ് വിജയെക്കുറിച്ച് പൊതുവെയുള്ള അഭിപ്രായം. അത് കറക്റ്റ് തന്നെയായിരുന്നു. കാരണം ഈ സിനിമ വിജയ്ക്ക് പറ്റിയൊരു സിനിമയല്ലായിരുന്നു. അത് വിശാലിനെ പോലെ പുതുമുഖം വന്നുകൊണ്ട് ഒരു ഇമേജ് ഇല്ലാത്തൊരു നടൻ വന്നുകൊണ്ട് ഒരു ഫ്രഷ്നസ് വന്നു. ആ ഒരു സിനിമ സൂപ്പർ ഹിറ്റായി. എന്തായാലും ഈ പറഞ്ഞ സണ്ടക്കോഴി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമയിലെ ഫൈറ്റ് സീക്വൻസുകളെ കുറിച്ചും അതിലെ പാട്ടുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യാം.